അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി പ്രോട്ടീൻ ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ മുളപ്പിച്ച പയർ, പിന്നെ ഒരു പിടി കടല, നമ്മൾ തലേന്ന് നല്ല രീതിയിൽ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്ന കടലയാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുതിർത്തെടുത്തിട്ടിരിക്കുന്ന ഓട്സുമാണ്. പിന്നെ ഒരു മുട്ടയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായി വരുന്നത് കേട്ടോ. ഈ 4 ഇൻഗ്രീഡിയൻസാണ് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓട്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓട്സ് എന്ന് പറയുന്നത് ഫൈബറാണല്ലോ. അപ്പോൾ ഈ ഓട്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ദഹനം നടക്കാനായിട്ട് സഹായിക്കും. പിന്നെ അതിനുശേഷം ഞാൻ കടലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ മുളപ്പിച്ചെടുത്ത പയറും കൂടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. പയറും കടലയും പ്രോട്ടീനാണല്ലോ. അപ്പോൾ നമ്മളെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ധാരാളമായിട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം ഞാൻ 2 ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൽ ഒരു പകുതി മുളകും കൂടി ആഡ് ചെയ്യാം. അത് ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഞാൻ ഇതേപോലെ നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് അന്നേരം ഇതേപോലൊരു കൺസിസ്റ്റൻസിയാണ് കിട്ടുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുട്ട, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നല്ല രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനത് മുട്ടയും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ബാറ്റർ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതുപോലെ കടലയും പയറും ഒക്കെ നല്ല രീതിയിൽ, ഓട്സും ഒക്കെ നല്ല രീതിയിൽ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിൽ കൊണ്ട് തന്നെ എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറായിട്ടും ഇത് യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും കൂടുതൽ നല്ലത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് തന്നെ കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു ദോശ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് കുഞ്ഞുങ്ങളിലും വലിയവരിലും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ, ഈ ഹെൽത്തി പ്രോട്ടീൻ ദോശ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് നമുക്ക് നല്ല രീതിയിൽ പരത്തിയെടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം. അല്ലാതെ നമ്മൾ സാധാ ദോശ ചുടുന്ന പോലെ ചുടാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയാണെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഡയറ്റ് എടുക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ പ്രമേഹമുള്ളവർക്ക്, ഈ ഡയബറ്റീസ് ഉള്ളവർക്കും പേടിക്കാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പരത്തിയെടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടായി വന്നപ്പോഴത്തേനും ഞാൻ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യും കൂടെ ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നെയ്യ് ചേർത്തത്. അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ മുരിഞ്ഞ് വരട്ടെ കേട്ടോ. പിന്നെ ഷുഗറുകാർക്ക് ഇത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഷുഗറൊക്കെ ഉള്ളവർ ഇത് രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഉന്മേഷവും കിട്ടും. പിന്നെ പെട്ടെന്ന് ഷുഗറിൻ്റെ ലെവൽ കൂടുന്നതിൽ നിന്ന് അവരെ സഹായിക്കുകയും ചെയ്യും കേട്ടോ. ഷുഗറുകാർക്കും നല്ല രീതിയിൽ ഗുണകരമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തി പ്രോട്ടീൻ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി ചുട്ട് കാണിക്കാം കേട്ടോ.
നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഈസിയായി തന്നെ നമുക്ക് പാനിൽ നിന്ന് ഇത് വിട്ട് കിട്ടും കേട്ടോ. നല്ല എളുപ്പത്തിൽ നല്ല ക്രിസ്പിയായി ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. നല്ല ടേസ്റ്റിയുമാണ്, നല്ല ഹെൽത്തിയുമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഗുണം ചെയ്യും കേട്ടോ. ഇപ്പോൾ ഈ പയറൊക്കെ പുഴുങ്ങി കഴിക്കാൻ പറ്റാത്ത മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത്രയും പയർ അവർക്കുള്ളിൽ ചെല്ലുകയും ചെയ്യും, അവർ ടേസ്റ്റി ആയിട്ടത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ കുട്ടികൾക്കും നല്ല രീതിയിൽ ഗുണകരമായിട്ടുള്ള ഒരു ദോശ കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതും നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതറിയാൻ പറ്റുമല്ലോ എത്ര പെട്ടെന്ന് അത് പാനിൽ നിന്ന് വിട്ട് വരുന്നതെന്ന്. നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതിന് സൈഡ് ഡിഷായിട്ട് തക്കാളി ചട്നിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കാണെങ്കിൽ തേങ്ങാ ചട്നി ആണെങ്കിലും എടുക്കാം കേട്ടോ. തേങ്ങാ ചട്നിയും ഇതിന് നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഞാനിവിടെ ഞങ്ങൾക്കായിട്ട് തക്കാളി ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സൈഡ് ഡിഷായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. കൂടെ തന്നെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ബൈ. അസ്സലാമു അലൈക്കും.